സിംബാബ്വെക്കെതിരെയുള്ള ആദ്യ T20 ഇന്ത്യ തോറ്റപ്പോൾ രോഹിത് ശർമ്മ കോഹ്ലി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലെ ഇന്ത്യ നാണക്കെട്ട് തോറ്റിട്ട് ഒരുപാട് വർഷമായി. 102 റൺസിന് ഇന്ത്യ ഓൾ ഔട്ടായി. ആകെ കൂടി 115 റൺസ് മാത്രമേ സിംബാബ്വെക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ഇന്ത്യക്ക് മറികടക്കാൻ സാധിച്ചില്ല. വേൾഡ് കപ്പ് നേടിയ രോഹിത് ശർമ്മയ്ക്കും കോഹ്ലിക്കും ഇത് വലിയ നാണക്കേട് തന്നെയാണ്. ഇന്ന് സിംബാബ്വെ കളി തോറ്റപ്പോൾ രോഹിത് കോഹ്ലി അടങ്ങുന്ന ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സിംബാബ്വെക്കെതിരെ കളി തോറ്റപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ദേഷ്യമാണ് വന്നത്. ഇതുപോലത്തെ ഒരു ചെറിയ ടീമിനെതിരെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ യുവതാരങ്ങൾ ഇനി ഇന്ത്യയുടെ T20 വേൾഡ് കപ്പിൽ എങ്ങനെ കളിക്കും? യുവതാരങ്ങളാണ് ഇനി ഇന്ത്യയുടെ ഭാവി. അതുകൊണ്ട് അവർ ശ്രദ്ധിച്ച് കളിക്കണം. പോരാടി തോൽക്കുകയാണെങ്കിൽ അതിന് ഒരു അന്തസ്സുണ്ട്. എന്നാൽ ഇതുപോലത്തെ നാണംകെട്ട തോൽവി ഞങ്ങൾ ഒരിക്കലും ഇന്ന് പ്രതീക്ഷിച്ചില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ടീം ഇന്ന് കളി തോറ്റത്? കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് പഠിക്കണം. സിംബാബ്വെ മികച്ച ബൗളിംഗ് കാഴ്ചവെക്കുന്ന ടീമാണ്. അവർക്കെതിരെ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഗില്ലെ ക്യാപ്റ്റൻസിയിൽ കുറച്ചും കൂടി ഇംപ്രൂവ് ആവാനുണ്ട്. സഞ്ജുവിനെയും ജയ്സ്വാളിനെയും ഉടനെ തന്നെ ടീമിലിറക്കണം. ഇവരുണ്ടെങ്കിൽ ഇന്ത്യ ഒരിക്കലും തോൽക്കില്ല. ഗില്ലിന് ക്യാപ്റ്റൻസിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ ആ ക്യാപ്റ്റൻസി സഞ്ജുവിന് കൊടുക്കൂ. സഞ്ജു മികച്ച രീതിയിൽ ക്യാപ്റ്റൻസി ഏറ്റെടുക്കും. ഞങ്ങൾ വിരമിച്ചത് വലിയ തെറ്റായി പോയെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ട്. യുവതാരങ്ങളുടെ പ്രകടനം ശരിക്കും നിരാശപ്പെടുത്തുന്നതാണെന്ന് രോഹിത് ശർമ്മയും കോഹ്ലിയും വ്യക്തമാക്കി. ഇന്ത്യൻ താരങ്ങൾ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. കാരണം സിംബാബ്വെ പോലെ ഒരു ടീമിനെതിരെ ജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ടീം എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. T20 വേൾഡ് കപ്പ് നേടിയ ടീമാണ് ഇന്ത്യ. അവരാണിപ്പോൾ സിംബാബ്വെക്കെതിരെ തോറ്റിരിക്കുന്നത്. ഇന്ത്യക്ക് ഇത് വലിയ നാണക്കേട് തന്നെയാണ്. റിങ്കു സിംഗ് ഇന്ന് ഡെക്കിലാണ് പുറത്തായത്. അവനുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും കളി ജയിച്ചേനെ. അടുത്ത കളിയും ഇതുപോലെ കളിച്ചാൽ ഇന്ത്യയുടെ പരമ്പര തന്നെ നഷ്ടപ്പെടും. സഞ്ജുവും ജയ്സ്വാളും ഉടനെ തന്നെ ടീമിലേക്ക് എത്തണം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.